ഗുഡ് മോർണിംഗ് ഗായ്സ്. ഞാനിങ്ങനെ ഓരോ കാര്യം ആലോചിക്കുന്ന, കല്യാണത്തിനെല്ലാം മുമ്പ് എത്ര മണിയാ, 8 മണി 9 മണി ആയാൽ പോലും അറിയില്ലാത്ത ഞാനാ ഇപ്പോൾ 5 മണിക്കോ 5:15 എണീറ്റ് ചായ എല്ലാം ആക്കുന്നത്. എനിക്ക് അവാർഡ് തരണം. അപ്പോൾ ഇന്നത്തെ രാവിലെ നമ്മൾ വെള്ളാപ്പവും ഉള്ളി റോസ്റ്റും ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ പച്ചരിയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഈസ്റ്റ് ഇടും കേട്ടോ, ഇത് ഈ പച്ചരിയെല്ലാം പുളിച്ച് വരാനായിട്ട്. അപ്പോൾ ഇന്ന് നല്ല അസലായിട്ട് വെള്ളാപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഉള്ളിക്കറി കേട്ടോ. അപ്പോൾ ഈ രാവിലെല്ലാം ഏൽക്കുന്നതും ഇങ്ങനെ എൻ്റെ പണിയെല്ലാം രാവിലെ തന്നെ കഴിഞ്ഞെന്നെല്ലാം പറയുമ്പോൾ എൻ്റെ അമ്മയ്ക്ക് അതിശയവും ഞെട്ടലും അറ്റാക്കെല്ലാം വരും കേട്ടോ. നിൻ്റെ പണിയെല്ലാം കഴിഞ്ഞോ എന്നൊക്കെ. അപ്പോൾ ഇവിടെ നിന്നെല്ലാം ഞാനിങ്ങനെയെല്ലാം പണിയെടുക്കുമ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്ക് സഹായിച്ചു കൊടുക്കണം. അമ്മ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ കഷ്ടപ്പെടുന്നതെന്നല്ല ഞാൻ വിചാരിക്കും കേട്ടോ. പക്ഷേങ്കിൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ കാര്യം മറന്നു പോകും, സഹായിക്കേണ്ട കാര്യം മറന്നു പോകും, പിന്നെയും കിടന്നുറങ്ങുകയുള്ളൂ കേട്ടോ. അപ്പോൾ ചായ തിളച്ച് പൊന്തിട്ടോ. അപ്പോൾ ഇത്ര രാവിലെ ഞാൻ ഏൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രജീഷേട്ടൻ 6:30 ആകുമ്പോഴത്തേക്കും പണിക്ക് കേട്ടോ. അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ ഞാൻ ഒരു 6:30 7 മണിയെല്ലാം ആകുമ്പോഴാണ് ഞാൻ എണീക്കലുള്ളൂ. അപ്പോൾ പ്രജീഷേട്ടന് ഇതാ ചായയും ഇതും കൊടുത്ത് പ്രജീഷേട്ടൻ ടാറ്റ ബബായി എല്ലാം പറഞ്ഞ് അതാ പോയിട്ടോ. പോയി കഴിഞ്ഞിട്ട് ധ്യാനൂസിനെ പൊക്കി എണീപ്പിച്ച് ഞാൻ എടുത്തുകൊണ്ട് വരുവാണ് പല്ലെല്ലാം തേപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറയലില്ല, ധ്യാനൂസിന് പല്ല് തേപ്പിക്കലാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം, ബാക്കിയെല്ലാം എനിക്ക് സിമ്പിളാണ്. പക്ഷെ പല്ല് തേക്കാൻ ജീവനുണ്ടെങ്കിൽ അവൻ സമ്മതിക്കൂല. കണ്ടോ അവൻ്റെ കുരുത്തക്കേട് കണ്ടോ, ചായ കുടിക്കുന്നതിന് എന്നോട് എന്തോ പറയുന്ന കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നല്ല മഴയാണ്, നല്ല മഴ. സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണല്ലോ. പ്രജീഷേട്ടൻ പണിക്ക് പോകുമ്പോഴും ഇവർ ധ്യാനു സ്കൂളിൽ പോകുമ്പോഴും ഒടുക്കത്തെ മഴയായിരിക്കും. അത് നനഞ്ഞ എല്ലാ പ്രാവശ്യവും ബസ്സിൽ കയറി പോവുക. അപ്പോൾ അവന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകണ്ട കേട്ടോ. ഈ കറിയും കൊണ്ടുപോകേണ്ട, മുട്ട ആംപ്ലേറ്റും കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഇവൻ പിന്നെ വെറുതെ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഈ അച്ചാറും മുട്ട ഓംപ്ലേറ്റ് എല്ലാം ഇങ്ങനെ ഞാൻ മാറി മാറി കൊടുക്കും കേട്ടോ. അപ്പോൾ സ്നാക്സ് മാത്രം അവന് കൊടുത്ത് വിട്ടാൽ മതി. സ്കൂളിൽ നിന്ന് പാലും മുട്ടയും എല്ലാം കിട്ടും കേട്ടോ. ഇവൻ്റെ ഒരു നിർബന്ധത്തിന് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അതാ കുളിപ്പിച്ച് അവന് രാവിലെ മേലെ കഴിക്കലുള്ളൂ കേട്ടോ, തല കഴുകില്ല, അവന് ശ്വാസം മുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവൻ്റെ അഭ്യാസങ്ങളെല്ലാം കാണുന്നില്ലേ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരുക്കി ഇതാ സ്കൂളിൽ ആക്കാൻ വേണ്ടി നമ്മൾ റോഡ് വരെ പറഞ്ഞാൽ, ഞാൻ പറയലില്ലേ എപ്പോഴും സ്കൂളിൽ ബസ് വരുന്നതിന് മുമ്പ് മഴയായിരിക്കും, ഇന്നും മഴ കേട്ടോ. അപ്പോൾ ബസ്സെല്ലാം വന്നതാ കയറിപ്പോയിട്ടോ. ഈ കയറി പോകുന്ന കാണുമ്പോൾ ചെറിയൊരു സങ്കടം കേട്ടോ, എന്താണെന്നറിയില്ല, അത് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ധ്യാനുവിനെല്ലാം കഴിഞ്ഞ് രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.